ചേട്ടാ പൊളിച്ചു ചേട്ടാ, അടിപൊളി. ഷൈൻചേട്ടനെ അടിച്ച് കേറി. അടിപൊളി, ഒന്നും പറയാനില്ല. ആക്ച്വലി എന്താ പറയുക, കാലഘട്ടത്തിന് ഒത്ത കുറച്ച് പരിപാടികളുണ്ട്, എന്നാൽ പഴയതുണ്ട് പുതിയതുണ്ട് എല്ലാം കൂടി ചേർന്നിട്ടുള്ളൊരു അടിപൊളി ലവ് സ്റ്റോറിയാണ്. മൂന്ന് ആളുകളുടെ ഡിഫറെൻറ്റ് ലവ് സ്റ്റോറികളാണ്, പല പരിപാടികൾ. നല്ല രസമുണ്ട്, നല്ല ക്യൂട്ടാണ്, ഒരുപാട് ചിരിക്കാനുണ്ട്. പാട്ടുകളാണെങ്കിലും പരിപാടി മൊത്തത്തിൽ കളറായിട്ടുണ്ട്. ഷൈൻ്റെ കാര്യം പറയണ്ടല്ലോ, ഷൈൻ എന്തായാലും എല്ലാത്തിലും അടിപൊളിയാണ്. എല്ലാവരും ബാബുരാജേട്ടനും ഷൈനും തമ്മിലുള്ള കെമിസ്ട്രി അടിപൊളിയായിട്ട് വർക്കായുണ്ട്. അപ്പൻ മോൻ പരിപാടി സൂപ്പറായിട്ട് വർക്കായുണ്ട്. പിന്നെ എല്ലാവരും എല്ലാം അടിപൊളിയായിട്ടുണ്ട്. അത് ഉറപ്പായിട്ടും അത് അവർ നേരത്തെ തെളിയിച്ചാണല്ലോ അവരുടെ കെമിസ്ട്രി എന്താണെന്നുള്ളത്. അപ്പോൾ പടം അടിപൊളിയായിട്ട് വർക്കായുണ്ട്. ബിഗ് ബോക്സിൽ ആര് വിന്നറാവുന്നൊക്കെ അത് പിന്നെ പറയാം. എല്ലാവർക്കും വളരെ സന്തോഷമായി, വളരെ കൈയടികളും ചിരികളും. ഞാൻ കുറേ നാളായി കോമഡി ഇങ്ങനെ ഒരു സംഭവം ചെയ്തിട്ട്, കോമഡിയോടൊപ്പം തന്നെ ഒരു എന്താ പറയുക, ഒരു റൊമാൻസ്, ഞങ്ങളൊരു പ്രായത്തിലുള്ള ഒരു റൊമാൻസൊക്കെ രസകരമായിരിക്കും. സന്തോഷം, ഇങ്ങനെ നിറഞ്ഞ കൈയടികളും ചിരികളും ഉള്ള ഒരു സിനിമ കാണുന്നത് വളരെ സന്തോഷം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് വിഷമമുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഒരിക്കലും സിനിമാക്കാരെ കലാകാരന്മാരെ ഒരിക്കലും രാഷ്ട്രീയവും മതവും കൊടിയും ഒന്നുമായിട്ട് കൂട്ടി കുഴക്കരുത്. കാരണം നമ്മളെല്ലാം, ഞാനൊക്കെ സിനിമയിൽ വന്ന സമയത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എല്ലാത്തിനും അങ്ങനെ കാണുമ്പോൾ ഒരു കാര്യം ചിന്തിക്കുക, ഇതിനകത്തിപ്പോൾ ഞങ്ങൾ ഇത്രയും ആൾക്കാരുടെ കൂട്ടായ പണിയല്ലേ, പുതിയ ഡയറക്ടർമാർ, കാശ് മുടക്കിയ പ്രൊഡ്യൂസർമാർ. അപ്പോൾ ഒരിക്കലും പ്രിയപ്പെട്ട നമ്മുടെ കാണികൾ അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് അങ്ങനെ കാണരുത്. അതുപോലെ തന്നെ ആരും അങ്ങനെ ഒരു വിവേചനം കാണിക്കാൻ പാടില്ല. നമുക്ക് അങ്ങനെയൊന്നുമില്ല. നമുക്ക് ആകെ നമ്മളെന്ത് ജോലി ഏൽപ്പിക്കുന്നു അത് ചെയ്യാതെ മാത്രം. ചിരിപ്പിക്കാനാണെങ്കിൽ ചിരിപ്പിക്കാം, അല്ലെങ്കിൽ വേറെ അത് മാത്രമേ നമുക്ക് കാണാൻ പാടുള്ളൂ. വേറെ ഒന്നും കാണിക്കും മതവും രാഷ്ട്രീയവും കൊടിയും വർക്കവും ഒരു വീട്ടമ്മ സ്വപ്നങ്ങളെ പറ്റി പറയുന്ന സീനിലൊക്കെ തിയേറ്ററിൽ ഭയങ്കര കയ്യടിയായിരുന്നു. കണ്ടിരുന്നോ അത്? കണ്ടായിരുന്നു. അത് ചെയ്യുമ്പോഴാണെങ്കിലും എന്താ പറയുക, പ്രത്യേകം അത് ഡയറക്ടേഴ്സിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരുന്നു. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ആ സീൻ കണ്ടത്. ഒരുപാട് സന്തോഷം തോന്നി. എന്താണ് അതിന് ഇപ്പോൾ കുറേ കുട്ടികൾ ഇന്ന് കാണാനുണ്ടായിരുന്നു. അല്ലാണ്ട് പ്രീമിയർ ഷോവിന് നമ്മളുടെ ആൾക്കാർ മാത്രം ഇന്ന് കാണുകയല്ല ചെയ്തത്, സ്കൂൾ പിള്ളേരായിരുന്നു മൊത്തം കാണാനുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരുടെയും റിയാക്ഷനും ഒക്കെ കാണുമ്പോൾ ഞാനിവരോട് ചോദിച്ചിരുന്നു, പ്ലസ് ടുവിനൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ് വന്നിരിക്കുന്നത്, ഇതിനകത്തും പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരു മകളാണ് അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ പിള്ളേരൊക്കെ ആ സെൻസിൽ അതിനെ എടുത്ത് തുടങ്ങുന്നുണ്ട്. ഹ്യൂമൻ ബീങ്സിൻ്റെ നീഡ് എന്താണ്, അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും അത് ഏത് ആൾക്കാരാണെങ്കിലും എല്ലാവരും ഇൻഡിവിജ്വൽസ് ആണ്. അവർക്ക് സന്തോഷിക്കാൻ വേണ്ട കാര്യങ്ങൾ മക്കളെ നോക്കലും അത് മാത്രമല്ല, അതിനോടൊപ്പം തന്നെ എന്തായാലും അമ്മമാർ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അവരുടെ സന്തോഷം കാണുന്നതിൻ്റെ ഒരു പ്രാധാന്യം കേൾക്കുമ്പോൾ, അത് സിനിമയിലൂടെ കേൾക്കുമ്പോൾ കുട്ടികളുടെ ഇപ്പം ഉണ്ടായിരുന്ന റിയാക്ഷൻ ഇവിടെ നേരിട്ട് എനിക്ക് കാണാൻ പറ്റി. ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരും അതിനെ ഹാപ്പി ആയിട്ട് സ്വീകരിക്കുന്ന ഒരു കാലത്താണ് ജീവിക്കുന്നത്. ഒരുപാട് മാറി, കാലത്തിൻ്റെ മാറ്റം കൂടെ എനിക്ക് ഈ ഷോയിൽ കാണാൻ പറ്റി. അപ്പോൾ ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി സാൻഡ്ര ഈ ഒരു ക്യാരക്ടറിനെ വിളിച്ചതിനും ചെയ്യാൻ പറ്റിയതിനും ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഇഷ്ടമായ എല്ലാവർക്കും എല്ലാവരോടും പോയി പറയണം. ചേച്ചിനെ മനസ്സിലായില്ലേ? അങ്ങനെയാണ് എല്ലാവരും പറയുന്നത്. തൃശ്ശൂർ മറ്റേ ഗിരിജ തിയേറ്ററിൽ ഇൻ്റർവെല്ലായി, അവിടെയൊക്കെ എല്ലാവരും പറയുന്നത് നല്ല ചിരിക്കാനുണ്ട്, എല്ലാവരും ഹാപ്പിയാണ്. ഇനിയിപ്പം മുന്നോട്ടുള്ള പോക്ക് നമുക്ക് നോക്കാം. ശരി, അതെ, കുറച്ച് നാളായി ആ പിള്ളേർ. എല്ലാവരോടും പറഞ്ഞേക്കും കേട്ടോ. ഓക്കെ,
പരീക്ഷയൊന്നും ആയിട്ടില്ലല്ലോ. ആ ഓക്കെ. അപ്പൊ ഇനി എല്ലാവരും ഒന്നുകൂടി കാണാം. ശരി ശരി. ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടിയത് ചേട്ടൻ്റെ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. ആ എൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ്. പിന്നെ എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഈവൻ നമ്മളെ ആ ഒരു ബംഗാളി ക്യാരക്ടർ ചെയ്ത പുതിയ ആൾക്ക് അയാൾക്ക് പോലും നല്ല കയ്യടിയാണ്. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു സംഭവം സോൾട്ട് ആൻഡ് പെപ്പർ എന്നുള്ള സിനിമയിലായിരുന്നു ഇങ്ങനെ എല്ലാത്തിനും ചിരി വരുന്ന സംഭവം. അതിനുശേഷം ഇതിൽ എല്ലാം പറയുന്നതിനും ചിരിയുണ്ട്. അതൊരു നല്ല സൂചനയായിട്ട് നമുക്ക് കണക്കാക്കാം. ഷെയ്ൻ ഒരുപാട് വ്യത്യാസമായിട്ട് അഭിനയിച്ചത്. ഇത്രയും നാളത്തിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായിട്ട് കോമഡിയായിട്ട് പിന്നെ മഹിമ അത് ഇത് വേറൊരു രീതിയിലാണ്. പിന്നെ ഷൈൻ ടോമിലൊക്കെ അതിനേക്കാളും ഭംഗിയായിട്ട് എല്ലാവരും നന്നായിട്ട് ഇതിനകത്ത് അഭിനയിച്ച എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് അച്ഛൻ ആദ്യം അഭിനയിച്ചിട്ടും അടിപൊളിയായിട്ട് അഭിനയിച്ചു. കോമഡി ആയിരുന്നു. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം ഞാനിതിൽ കുറച്ച് സീൻസൊക്കെ സ്കൂട്ടറിലെ സീനൊക്കെ അതും ബാബുരാൻ ശങ്കറിനെ ഇരുത്തി ഓടിക്കുന്ന കുറച്ച് റിസ്ക് ആയിരുന്നു. പക്ഷെ എന്നെ ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ടായിരുന്നു. അത് നല്ല ഞങ്ങൾ എൻജോയ് ചെയ്തിട്ട് ചെയ്യുന്നത് നന്നായിട്ട് വർക്കൗട്ടായി. അബിക്കയുടെ മകൻ ഇങ്ങനെ പെർഫോം ചെയ്യുന്നത് കാണാൻ സ്ക്രീനിൽ അത് ഭയങ്കര ഒരു വലിയ മൊമെന്റ് അല്ലേ? പിന്നെ തീർച്ചയായിട്ടും കൊച്ചുമുതലേ അറിയുന്നില്ലേ, അതുകൊണ്ട് ടാലന്റ് ആണ്, ജന്മനാ കഴിവുള്ള കുട്ടിയാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് തന്നെ കിട്ടി. ഭായിയുടെ ഒരു അതിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട്. അതിലിപ്പോ ജനങ്ങൾക്ക് അത് കണ്ടു ചിരിക്കണോ അതോ കരയണോ എന്നുള്ളൊരു അവസ്ഥയിൽ നിൽക്കുന്നുണ്ട്. അതൊക്കെ ചെയ്തപ്പോൾ എങ്ങനെയായിരുന്നു? അത് ഭയങ്കര ഫണ്ണായിരുന്നു. പറഞ്ഞു കേട്ടപ്പോഴും ഭയങ്കര രസമായിരുന്നു. എനിക്ക് തന്നെ ചിരി വരുന്ന ഒരു ടോപ്പിക്കായിരുന്നു. പിന്നെ മനസ്സിലായത് അത് ആ ക്യാരക്ടറിന്റെ ആക്ച്വൽ ഇമോഷനും ഡെപ്തും ആണ്. അപ്പം ചിലപ്പോൾ ഓഡിയൻസ് ചിരിച്ചോന്ന് എനിക്കറിയില്ല. പക്ഷേ ചില സന്ദർഭങ്ങളിൽ ആ ക്യാരക്ടർ ആണെന്ന് ഒരു സാധാരണ തോന്നുന്നുണ്ട്. ചില സന്ദർഭങ്ങളിൽ പൊട്ടിച്ചിരിക്കാനുള്ള അവസ്ഥകൾ. അപ്പൊ ആ ക്യാരക്ടറിന്റെ ഡെപ്ത് എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു? ക്യാരക്ടർ കുറച്ച് ചെറുപ്പം തൊട്ട് അവിടെ നിന്ന് ചിരിച്ചനും ബേബിച്ചനായിട്ട് ഭയങ്കര ബോണ്ടിങ് ഉള്ള ക്യാരക്ടറായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അവർക്കൊരു സങ്കടം അത്യാവശ്യം വന്ന് ഞാനേ ഉള്ളൂ. ആ ഒരു ചുമതലയുണ്ട് എൻ്റെ ക്യാരക്ടർ. അങ്ങനെ വിചാരിച്ചിട്ടുള്ളൂ. വേറെ കുറേ പരിപാടി ഉണ്ട്. കണ്ടു വന്നപ്പോൾ ഭായിയുടെ ക്യാരക്ടർ കുറച്ചുകൂടി വേണമെന്ന് തോന്നി. അത് ഞാൻ കണ്ടിരുന്ന പ്രേക്ഷകർ തോന്നി. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു ഇത് തോന്നിയായിരുന്നു ഈ ക്യാരക്ടർ വേണമെന്ന്? ഇല്ല, എനിക്കൊരു കറക്റ്റ് ഡയറക്ടേഴ്സ് നല്ല ബ്ലെൻഡ് ആയിട്ട് എഴുതി വെക്കുന്നത്. ചിലപ്പം ഇനിയും വന്നിരുന്നെങ്കിൽ ബോറടിച്ചാലെന്ന് എനിക്കറിയില്ല. നമുക്ക് നോക്കാം. അടുത്തൊരു പരിപാടിയിൽ അങ്ങനെ വരുമായിരിക്കും. ഷെയ്നിയായിട്ടുള്ള കോമ്പിനേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര രസമായിരുന്നു. ഷെയ്ൻ എൻ്റെ സ്കൂളിൽ സീനിയറായിട്ട് പഠിച്ചതാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഈസി ആയിട്ട് കണക്ട് ചെയ്യാനും ഭയങ്കര ഫ്രണ്ട്സിനെ പോലെ തന്നെയായിരുന്നു. ഭയങ്കര നല്ല ആക്ടറുമാണ് പുള്ളി. സുഖമായിരുന്നു, അടിപൊളി. ഈ ഡയറക്ടർമാർ രണ്ടുപേരല്ലേ? അതെ. ഇവര് രണ്ടുപേരും എങ്ങനെയായിരുന്നു? അവർ രണ്ടുപേരും ഭയങ്കര ക്ലാരിറ്റി ഉള്ളവരാണ്. അവർക്ക് എന്താണ് വേണ്ടത് എന്നുള്ള കൃത്യ ഐഡിയ ഉണ്ട്. കറക്റ്റ് ഡയലോഗ്സ് അറിയാം. നമുക്ക് ഫ്രീ ആയിട്ട് വിട്ടുതരികയും ചെയ്യും. അപ്പം ഭയങ്കര സുഖം അവരായിട്ട് വർക്ക് ചെയ്യാൻ. അടിപൊളി. ഒരു ഡിസൈനർ കൂടിയാണല്ലോ. അപ്പൊ ഈ സിനിമയുടെ കൂടുതൽ മുഴിച്ച് നിൽക്കുന്നത് അതിന് DI കളറിങ് കാര്യങ്ങളൊക്കെ ഭയങ്കര രസമായിട്ട് തോന്നിയായിരുന്നു. ഞാൻ ആ ആസ്പെക്റ്റിൽ ആക്ച്വലി ശ്രദ്ധിച്ചില്ല. ഞാൻ എൻ്റെ കുറച്ച് ടെൻഷൻ അടിച്ച് കണ്ടുകൊണ്ട് അങ്ങോട്ടൊന്നും നോക്കാൻ പറ്റിയില്ല. പക്ഷെ ഓവറോൾ പടം എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. അത് ചിലപ്പോൾ വേറെ മാറി മാറി വരും. ഞാൻ ശ്രദ്ധിച്ചല്ല കണ്ട, ഞാൻ ടെൻഷനില്ല. ഓക്കെ താങ്ക് യു. എനിക്കിനി ഒന്നും പറയാനില്ല. ഒരുപാട് പേര് പറഞ്ഞു ഉണ്ടായിട്ടുള്ള അതിപ്പോ ഒരിക്കലും ഒരു പ്ലാൻ ചെയ്യേണ്ട പടമായിട്ട് ആർക്കും തോന്നിയില്ല. അത്ര എൻജോയ് ചെയ്തിട്ടാണ് കണ്ടുവെന്നുള്ളതാണ്. പിന്നെ എന്തുകൊണ്ടാണ് വിഷയത്തിൽ ഇങ്ങനെ അല്ല, നമ്മൾ പറയാൻ ശ്രമിച്ചേക്കുന്ന ഒരു പ്രോഗ്രസീവ് സ്റ്റോറിയാണ്, ഒരു പ്രോഗ്രസീവ് ലവ് സ്റ്റോറിയാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ സിനിമകൾ മാറുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സിനിമയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. എപ്പോഴും സിനിമകൾ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ തന്നെ ഒരു റിഫ്ലക്ഷനാണ്. അപ്പോൾ ചുമ്മാ ഒരു ലവ് സ്റ്റോറി ചെയ്തിട്ട് കാര്യമില്ല. അത് ഈ കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു സിനിമ ചെയ്തിട്ടേ കാര്യമുള്ളൂ. അതിൻ്റെ റെസ്പോൺസാണ് ഇപ്പം നിങ്ങൾ തിയേറ്ററിൽ കണ്ടത്. കുട്ടികൾ ഏറ്റവും കൂടുതൽ അത് കണക്റ്റായി എന്നുള്ളതാണ്. അതിന് ഒരുപാട് സന്തോഷമുണ്ട്. ബാൻ ചെയ്ത കൺട്രിയിലുള്ള ആളുകൾ ചെയ്യാത്ത സ്ഥലങ്ങളിൽ പോയി പറഞ്ഞാലൊക്കെ ശരിക്കും ബാൻ ചെയ്ത് അവിടെ ഉള്ളവർക്കൊരു നഷ്ടം തന്നെ ആയിരിക്കും. തീർച്ചയായിട്ടും അവർക്കൊരു നഷ്ടം തന്നെ ആയിരിക്കും. കാര്യം ഇതൊരു ഫാമിലി സിനിമയാണ്. എല്ലാവർക്കും കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാമിലി സിനിമയാണ്. പാവച്ചേട്ടനും ഷെയ്നും ഫസ്റ്റ് തന്നെ സെറ്റായി. കാര്യം ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ വർക്കാവേണ്ട സാധനം ഇവരുടെ കെമിസ്ട്രി ആയിരുന്നു. 3 ലവ് സ്റ്റോറി ആണെങ്കിലും അതിൻ്റെ എല്ലാം മുകളിലാണ് ഈ അച്ഛൻ മകൻ കോമ്പിനേഷൻ. അത് വർക്കാവുക എന്നുള്ളതായിരുന്നു സിനിമയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അത് നമ്മൾ ഫസ്റ്റ് ഡേ ഇവർ തിയേറ്ററിലല്ല ഷൂട്ടിന് വന്നപ്പോൾ തന്നെ അത് സെറ്റായി. അത് നിങ്ങൾക്ക് തിയേറ്ററിൽ കാണുമ്പോൾ മനസ്സിലാവും. ക്യൂട്ട്നെസ് മാത്രമല്ല മഹിമ നമ്പ്യാർ തെളിയിച്ചിരിക്കുന്നു. ഭയങ്കര സന്തോഷം.
സാധാരണ ഫാമിലി സബ്ജക്റ്റ് ആയതുകൊണ്ട് എല്ലാ ഓഡിയൻസും എങ്ങനെ സിനിമ എടുക്കും എന്നുള്ളത് അറിയാനുള്ളൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ തിയേറ്ററിൽ വന്നിരിക്കുമ്പോഴാണ് കാണുന്നത് ചെറിയ കുട്ടികൾ മുതൽ വലിയ മുതിർന്നവർ വരെ ഒരുപോലെയാണ് സിനിമയെ ആക്സെപ്റ്റ് ചെയ്തത്. ഈവൻ ഇൻ്റർവെൽ പഞ്ചായാലും ഇൻ്റർവെൽ ബ്ലോക്കായാലും ഭയങ്കര കയ്യടിയൊക്കെ ആയിരുന്നു. പ്രതീക്ഷിച്ചതിലും നല്ലൊരു റെസ്പോൺസ് ആയിരുന്നു തിയേറ്ററിൽ. അപ്പോൾ അതിൻ്റെ സന്തോഷം. സിനിമ ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം ഒരു ധാരണയുണ്ടായിരുന്നു. കാരണം ഒരുപാട് മൊമെന്റ്സ് ഉണ്ട് സിനിമയിൽ. അപ്പോൾ അതെന്തായാലും ഓഡിയൻസിന് ഇഷ്ടപ്പെടും എന്നുള്ളതും ബാബുചേട്ടൻ്റെ ആയാലും ഷെയിൻ്റെ ആയാലും അവരുടെ കെമിസ്ട്രിയും ആ കോംബോ ഒക്കെ വർക്കൗട്ട് ആവും എന്നുള്ളത് അറിയായിരുന്നു. പക്ഷേ ആസ് എ ഹോൾ ഒരു പ്രോഡക്റ്റായി കാണുമ്പോൾ ഓഡിയൻസിൻ്റെ റെസ്പോൺസ് നമുക്കൊന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്ത, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണല്ലോ. അപ്പോൾ അത് വളരെ പോസിറ്റീവായി വന്നതിൽ ഒരുപാട് സന്തോഷം. ഷെയ്നെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഷെയ്ൻ ആക്ച്വലി ഉപവാസം എടുത്ത് വെയിറ്റ് ചെയ്യാണ് സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അത്രയും ഡെഡിക്കേറ്റഡ് ആണ് ഇവരെല്ലാവരും. അതിപ്പോൾ GCCയിൽ ഇത് ബാൻ ചെയ്തു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഇവർ രണ്ടുപേരും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു, ഷെയ്നും മഹിമയും. രണ്ടുപേരും എൻ്റെ അടുത്ത് ചേച്ചി ധൈര്യമായിട്ടിരിക്കുക ചേച്ചി, നമ്മുടെ സിനിമ ഓഡിയൻസ് ഏറ്റെടുക്കും, ഇത് ഇവിടെ നഷ്ടമായത് നമുക്ക് ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നും കിട്ടും എന്ന് ധൈര്യം തന്നെ എൻ്റെ കൂടെ ഇവർ രണ്ടുപേരും ഉണ്ടായിരുന്നു. ഷെയ്ൻ ഇപ്പോൾ ഇവിടെ നമ്മുടെ കൂടെ വരാൻ പറ്റിയില്ല, പക്ഷേ ഷെയ്ൻ കോഴിക്കോട് സിനിമ കാണുന്നു. ഓ പിന്നെ ഞാൻ ഇപ്പം സംസാരിച്ചില്ല, ഞാൻ ഇൻ്റർവെൽ ബ്ലോക്കിൽ സംസാരിച്ചു. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ആ സിനിമ കണ്ടിട്ട് വിളിക്കണം, ഇപ്പോൾ പറയല്ലേ. ഞാൻ ഫുള്ളായിട്ട് ഇപ്പോഴാണ് കാണുന്നത്. പക്ഷേ ഷെയ്ൻ ഈവനിങ് ഷോനാണ് പോയി കാണുന്നതെന്ന് തോന്നുന്നില്ല. ഷെയ്ൻ ഈവനിങ് ആണ് പോയി കാണുന്നത്. 2 o'clock. ഷെയ്നും ഹാപ്പിയാണ്, എല്ലാവരും ഞങ്ങളെല്ലാവരും ഹാപ്പിയാണ്. പിന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം നല്ലൊരു പടത്തിൻ്റെ ഭാഗമാവാൻ പറ്റുന്നില്ല ഏറ്റവും വലിയ കാര്യം. പിന്നെ കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടപ്പോൾ തന്നെ ഉറപ്പായി എല്ലാ കുട്ടികൾക്കും ഇഷ്ടമാവും. കുട്ടികൾ മാത്രമല്ല ഫാമിലിയും എൻജോയ്. സിമ്പിൾ ആൻഡ് ഹമ്പിളായ ഒരു മൂവിയാണ്. ലവ് സ്റ്റോറി വളരെ രസകരമായി, അതായത് സ്നേഹിക്കുന്ന കുട്ടികൾക്കും സ്നേഹിക്കാൻ പോകുന്ന കുട്ടികൾക്കും ഇത് ഭയങ്കര ത്രില്ലായിരിക്കും ഈ സിനിമ. അച്ഛനൊന്നും പറയാനില്ല. അച്ഛൻ അഭിനയിക്കുമ്പോഴേ പറഞ്ഞു മലയാളത്തിൽ അടുത്ത ഒരു നടൻ പുറത്തു വരാൻ പോകുന്നു. അതാണ് എൻ്റെ സ്വന്തം അച്ഛനാ, സാന്ദ്രയുടെ അച്ഛനാ. പപ്പക്കൊക്കെ ഒരു പ്രാവശ്യം ഡയലോഗ് പറഞ്ഞെടുത്താൽ മതി, പപ്പ പൊളിക്കുന്ന സെറ്റില്. ഒരുപോലെ സിനിമ സ്വീകരിച്ചു എന്നറിഞ്ഞത് സന്തോഷം. കണ്ടവര് ഒന്നുകൂടെ പോയി കാണാം, കാണാത്തവര് ബാക്കിയുള്ളവരെയും കൂടെ കൂട്ടിക്കൊണ്ടുപോയിട്ടാണ്. താങ്ക് യു. ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി, ആരുടെ പ്രണയം ഇഷ്ടപ്പെട്ടതിനകത്ത്? എനിക്ക് ബേബിയുടെയും സിബിയുടെയും പ്രണയമാണ് ഇഷ്ടപ്പെട്ടത്. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഓൾ ഗുഡ്, താങ്ക് യു.